ഹലോ കൂട്ടുകാരെ, അങ്ങനെ വാൽപ്പാറയിലേക്ക് രണ്ടാമത്തെ ട്രിപ്പായിട്ടാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് ഞാനൊരു മൺസൂൺ സീസണിലായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ല കാഴ്ചകളൊക്കെ കണ്ടായിരുന്നു അന്ന് വന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒന്നും അല്ല കേട്ടോ, ടോട്ടലി മാറിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമ്മർ സീസണിലാണ്. വെരി വെരി ഹോട്ടായിട്ടുള്ള ഒരു ക്ലൈമറ്റിലൂടെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കേരളീയർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്വന്തം നാടായ മണ്ണാർക്കാട്ടിൽ നിന്നും ഞാൻ പാലക്കാട് എത്തുന്നു. അങ്ങനെ പാലക്കാടിൽ നിന്നും പൊള്ളാച്ചി പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാൽപ്പാറയിലേക്ക് പോകുന്നത്. സോ ആലിയാർ ഡാമിൻ്റെ താഴ്വാരത്തിൽ നിന്നും ഏകദേശം 38 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം, അതും ഈ ചുരത്തിലൂടെ സഞ്ചരിച്ച് വേണം നമുക്ക് എവിടെ എത്താൻ, വാൽപ്പാറയിലെത്താൻ. വാൽപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ആനമലൈ എന്ന് പറയുന്ന രണ്ട് കുന്നുകൾക്കിടയിലായിട്ടാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലത്തോട്ടം, പിന്നെ ക്ലൈമറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നതും ഇത് രണ്ടും തന്നെയാണ്. ഇതുകൊണ്ടാണ് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് വരുന്നത് കേട്ടോ. നല്ല കാമായിട്ടുള്ള ഒരു പ്ലേസാണ്, പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. കൂടുതലായിട്ടൊന്നും തന്നെ ആൾക്കൂട്ടങ്ങളോ തിരക്കുകളോ ഒന്നുമില്ലാത്ത നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ഹെയർ പിൻ ബെൻഡുകൾ കാണാം. വെരി ഡേഞ്ചറാണ്. ഓരോന്ന് കടന്നു പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അപകടം മുന്നിൽ ഉണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുണ്ട്, അവരുടെ ജീവനും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എല്ലാവർക്കും ജീവൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ ഒരു വീക്കൊക്കെ ആയിട്ട് നമ്മളെ കേരളത്തിലെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതും ഈ ഒരു ഭാഗത്ത് വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആ ഒരു വഴിയും കൂടെ കാണുന്നുണ്ട്, അതും കൂടെ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഇറങ്ങാനോ അല്ലെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനോ ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതെനിക്ക് വല്ലാത്തൊരു സാഡ് മൂഡ് നൽകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാഡായ ഭാഗങ്ങളിലേക്കൊന്നും പൊതുവെ ഞാൻ പോകാറില്ല. ഇതാണ് ആ ഒരു പ്രദേശം. ഇവിടെ കുറേ റിപ്പോർട്ടേഴ്സ് അതുപോലെ തന്നെ വ്ളോഗേഴ്സൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. കാരണം താഴെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നു, ഇവിടേക്ക് കുറച്ച് മുമ്പ് കുറേ ആളുകളൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ആ വഴിയും കഴിഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, അവിടെ മരങ്ങളോ ചെടികളോ വള്ളിച്ചെടികളോ ഒന്നും ഇല്ല. അപ്പോൾ നേരെ വണ്ടി വീണ് കഴിഞ്ഞാൽ പോകുന്നത് താഴെ തട്ടിലേക്കായിരിക്കും, താഴെയുള്ള ഹെയർ പിന്നിലേക്കായിരിക്കും പോകുക. അതുകൊണ്ടായിരിക്കാം അത് അത്രയും ഡേഞ്ചറായിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നിയത്. മരങ്ങളും ചെടികളൊക്കെ ഈ വണ്ടിയെ തടഞ്ഞു നിർത്താനുണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ജീവൻ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാം ദൈവത്തിൻ്റെ വിധികളാണെന്ന് വിശ്വസിച്ച് ജീവിക്കുക. കാരണം നമ്മൾ വീടിൻ്റെ അകത്തിരുന്നാലും സംഭവിക്കാനുള്ളത് സംഭവിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക, പ്രാർത്ഥിക്കുക. എല്ലാ മനുഷ്യർക്കും നല്ലത് മാത്രം വരട്ടെ, എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും പടച്ചവൻ രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. സോ അപ്പോൾ നമ്മളിതാ ഇനി വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഒരുപാട് മരങ്ങളും അതുപോലെ വള്ളിച്ചെടികളൊക്കെ ഉണ്ട് ഇരു സൈഡുകളിലായിട്ട്. ചിലതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, പക്ഷെ മഴക്കാലങ്ങളിലൊക്കെ ഇതൊക്കെ പച്ചപ്പായിരുന്നു എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഹെയർ പിൻ ബെൻഡുകൾ കയറുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിൽ കാട്ടുമൃഗങ്ങൾ വന്ന് ചാടാം, അതല്ലെങ്കിൽ വാഹനങ്ങളും വന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. പതുക്കെ പോകണം. പിന്നെ കയറ്റം ഇറങ്ങുന്ന സമയത്ത് മാക്സിമം നമ്മൾ എൻജിൻ ബ്രേക്ക് ഇട്ടിട്ട് ഇറങ്ങണം. പിന്നെ യാത്രയിൽ കണ്ടതാണ്, ചെറിയ കുട്ടികൾ, ഒരു 18-19 വയസ്സൊക്കെ ഏജ് തോന്നിക്കുന്ന മക്കൾ സ്കൂട്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പൊള്ളാച്ചി വഴി കയറുക, എന്നിട്ട് ആതിരപ്പള്ളി ആ ഒരു റൂട്ട് വഴി നമ്മൾ ഈ ചുരം ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ സ്കൂട്ടി എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് കിട്ടാത്തൊരു സംഭവമാണ് കേട്ടോ. പണ്ട് ഞാൻ അട്ടപ്പാടിയിൽ പോയ സമയത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിക്കിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ അട്ടപ്പാടിയിൽ സ്കൂട്ടി കൊണ്ട് പോയത്. അന്ന് എനിക്ക് ചുരം ഇറങ്ങിയപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി, പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അങ്ങനെ നമ്മളിതാ ഈ ചുരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വാൽപ്പാറയിലേക്ക് എത്തുകയാണ്. വാൽപ്പാറയിലെ കാഴ്ചകൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ അടിപൊളി കാഴ്ചയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മളിതാ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഈ ചുരങ്ങൾ കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്
വീതിയേറിയ റോഡുകൾ തന്നെയാണ്. പക്ഷേ ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ ഇടുങ്ങിയ തരത്തിലുള്ള റോഡ് കാണുന്നുണ്ട്. മേ ബി അത് ആ ഒരു ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആക്ച്വലി ഐ ഡോണ്ട് നോ, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് അറിവുകളെക്കുറിച്ച് എഴുതി വെച്ചിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത്. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ എന്താണോ അത് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് പറയുക എന്ന് മാത്രം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നോളജ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഗൂഗിളിലും മറ്റ് സോഴ്സുകളൊക്കെ പോയി കഴിഞ്ഞ് റിസർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് റിയാലിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണോ അത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. കൂടുതൽ എഡിറ്റിംഗ് ഒന്നും വരുത്താതെ. ഇവിടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഒന്ന് മാത്രമാണ്, വീഡിയോസിൻ്റെ സ്പീഡ് കുറച്ച് കൂട്ടി. കാരണം 14 ഹെയർ പിൻ ബെൻഡുകൾ നമുക്ക് കാണുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ വാൽപ്പാറയിലേക്ക് എത്തുവാനുള്ള റോട്ടിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇ പാസ് നേരത്തെ എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി അതല്ലെങ്കിൽ അവിടെ വാൽപ്പാറയിലേക്ക് എത്തുമ്പോഴുള്ള അവിടെ എത്തിയാലും എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ എത്തി. നമ്മളിനി ഇതാ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭാഗത്തൊന്ന് ഇറങ്ങി. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, നമ്മുടെ പാലക്കാട്ടിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മൾ റീലെടുക്കാനും ഫോട്ടോസ് എടുക്കാനും പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഇടജന്തുക്കളുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് മനുഷ്യൻ്റെ വേസ്റ്റുകളും മറ്റു മാലിന്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വിനോദസഞ്ചാരികൾ ഇവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. മനുഷ്യന്മാരുടെ വിസർജന വസ്തുക്കളിൽ നിന്ന് നമുക്ക് രോഗങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കുട്ടികളെയൊക്കെ അതിനകത്തേക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറ്റുമ്പോൾ നോക്കണം. ജസ്റ്റ് ഒന്ന് ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ എപ്പോഴും എൻ്റെ മൈൻഡിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ വലിയ മരങ്ങൾ കാണാൻ പറ്റും, ഇതെന്ത് മരമാണ് എന്നുള്ളത്. ഇനി എനിക്കതൊന്ന് സെർച്ച് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടെത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ വീണ്ടും ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാത്ത സാഹിത്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ സാഹിത്യം വ്ളോഗിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ സാധാരണ സംസാരിക്കുന്നത് എന്താണോ അത് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സമയം കിട്ടുമ്പോഴും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഒക്കെ ആകുമ്പോഴും ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോബിയാണ് ട്രാവലിംഗ് എന്ന് പറയുന്നത്. മൈൻഡ് റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ പോസിറ്റീവായി ചിന്ത ഉണ്ടാക്കുവാനും ഒരു എനർജറ്റിക് ആവാനൊക്കെ ആയിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യാറുള്ളത് കേട്ടോ. നമ്മളിങ്ങനെ മൂഡ് ഓഫ് ആയി എപ്പോഴും വീടിൻ്റെ അകത്തിരിക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് എന്തൊക്കെയോ ചിന്തിക്കുക, ഇതൊക്കെ നമ്മുടെ ലൈഫിനെ ടോട്ടലി ഒരുമാതിരി ലൈഫാക്കി മാറ്റും. എപ്പോഴും വെറിയുടെ ടെൻഷൻസ് ഇതൊക്കെ ആക്കി മാറ്റും. അപ്പോൾ കിട്ടുന്ന സമയം ദൂരങ്ങളിൽ പോകാതെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രകൃതി ഒരുക്കി വെച്ച ഒരുപാട് കാഴ്ചകളുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുമ്പോൾ തന്നെ നമ്മൾ റിലാക്സ് ആവും. നമ്മളറിയാതെ നമ്മിലേക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നുകൂടും. പിന്നെ ആ ഒരു പോസിറ്റീവ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റികളിലും നമുക്കത് കാണാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് പ്ലീസ് സഹായിക്കൂ കേട്ടോ. സഹായിക്കുകയല്ല, ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കവ ഞാൻ ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, പാലക്കാട് കവ. അത് ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സമ്മറിലെ കവ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.